ടെക്നോളജിയുടെ ഒരു ഇവോൾവിംഗ് നേച്ചറും താങ്കളുടെ ആർട്ടിസ്റ്റിക് വിഷനിലുള്ള അതിൻ്റെ ഇമ്പാക്റ്റിനെയും ഇതിനെ രണ്ടിനെയും എങ്ങനെയാണ് താങ്കൾ കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്നത്? ഹ്യൂമൻ ഇല്ലാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇല്ല. ഒരു ആർട്ടിസ്റ്റാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ ഇതൊരു ടൂളായിട്ട് കാണുമെന്ന് ഞാൻ പറയുള്ളൂ. നിൽക്കുമ്പോൾ നമ്മൾ ടെക്നോളജി വൈസിൽ എത്രത്തോളം മുന്നിലേക്ക് പോകുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് ആർട്ടിസ്റ്റും കൂടെ അതിനനുസരിച്ചിട്ട് കൂടെ പോകണമെന്ന് പറയുള്ളൂ. ഇതൊരു ടൂളാക്കി കണ്ടിട്ട് അവൻ്റെ ഒരു ആർട്ടിനെ ഇതുകൊണ്ട് അവന് ഉപകരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവൻ ഇങ്ങനെ ചെയ്ത് ഇപ്പം എന്താ പറയുക അവനെ കൈവച്ച് വരച്ചിട്ട് മാത്രം ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങോട്ട് ഇതിലേക്ക് വരരുത്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് അതിനൊരു വേ ഉണ്ട്. അതും ഇതുമായിട്ട് ഒരിക്കലും മിക്സപ്പും ചെയ്യരുത്. കാരണം ഇത് വെച്ച് ചെയ്യണ ആർട്ടും മറ്റേ ആർട്ടും രണ്ടും രണ്ടാണ്. ട്രഡീഷണൽ ആർട്ടിസ്റ്റിന്റെ ഒരു ഇതല്ല എയിലോ അല്ലെങ്കിൽ ഡിജിറ്റലിലോ വന്നത്, രണ്ടും രണ്ടാണ്. ഓക്കെ, ഫോട്ടോഷോപ്പിൽ നമ്മളൊരു പടം വരച്ചു, അതുപോലെ അല്ല കൈ വെച്ച് വരയ്ക്കണേ, അവനെ പെൻസിൽ വെച്ച് വരയ്ക്കണ പോലെ അല്ല. ഫോട്ടോഷോപ്പിൽ അതിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നിട്ട് ബ്രഷും കാര്യങ്ങളും എടുത്ത് വരയ്ക്കും, അത് ഡിജിറ്റലാണ്. അത് രണ്ടായിട്ട് കാണാനുള്ള ഒരു മനസ്ഥിതി എപ്പോഴും മനുഷ്യന് വേണം. എന്നിട്ട് പിന്നെ അതുപോലെ തന്നെ അവന്റെ ആ ഒരു എത്തിക്സും കാര്യങ്ങളെല്ലാം അവന് എന്താ പറയാ, ആ ഒരു ആർട്ട് ജനിക്കുന്നത് എപ്പോഴും പല പല രീതിയിലാണ്. അത് ഇപ്പോൾ ഡിജിറ്റൽ ആവാം, ഇപ്പൊ പറയാം മീഡിയം ഈ ഒരു സ്റ്റൈലാവാം, മ്യൂസിക് ചെയ്യണമാവാം. പക്ഷെ അതെല്ലാം അവന്റെ തോട്ടുകളാണ്. അവൻ അതിനനുസരിച്ചിട്ടുള്ള ടൂളുകൾ കണ്ടെത്തിയിട്ട് അതിനെത്രത്തോളം അവന് എളുപ്പമാക്കാൻ പറ്റും ചെയ്യാനുള്ളത്, അതിനാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക. എനിക്ക് AI ഒരുപാട് മേഖലകളിൽ ഇനിയിപ്പം ഭയങ്കരമായിട്ടൊരു വിപ്ലവം സൃഷ്ടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ജോണിന്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന സെക്ടർ ഏതായിരിക്കും? മീഡിയ ആയിരിക്കും കൂടുതൽ. എല്ലാ പ്രൊഫഷനെയും എന്തായാലും എഫക്ട് ചെയ്യും. ഇപ്പൊ സോറ എന്നുണ്ട്, ഓപ്പൺ എയുടെ ഒരു ടീം, ഒരു സോഫ്റ്റ്വെയറിന്റെ ടീമിലുണ്ട്. അപ്പോൾ സോറയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് റിലീസ് ആകുമ്പോഴാണ് ഈ ഒരു November 1 എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വേർഡ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു 10 സെക്കൻഡ് ഉള്ള വീഡിയോസ് ജനറേറ്റ് ആയി വരിക. പക്ഷെ ആ ജനറേറ്റ് ആയി വന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ സൂപ്പർ ക്വാളിറ്റി വീഡിയോ ആണ്. എന്ന് വെച്ചാൽ നമ്മളെ എങ്ങനെയാണോ റിയലിസ്റ്റിക് ആയിട്ടൊരു സാധനം കാണുന്നത് അതുപോലെ തന്നെ ഒരു ഷൂട്ട് ചെയ്താൽ നല്ല ക്വാളിറ്റിയുള്ള ഒരു ക്യാമറ ഷൂട്ട് ചെയ്ത് എങ്ങനെയിരിക്കും അതുപോലെ സറിയൽ വിഷ്വൽസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ സിനിമാ മേഖലയിൽ ഇതൊരു വലിയ വിപ്ലവമായിരിക്കും. കാരണം ഇപ്പം നമ്മൾ ഇന്ത്യൻ 2 നമ്മൾ കണ്ടു, നെടുമുടി വേണുവിനെ അദ്ദേഹത്തെ തിരിച്ചുകൊണ്ടുവന്ന ഒരു AI കൂടിയാണ്. ഇതുകൊണ്ട് കുറെ ഞാൻ പറയാം, ഇപ്പൊ നമ്മൾ ഇത്ര നേരം സംസാരിച്ചതിന്റെ നെഗറ്റീവ് വശങ്ങൾ മാത്രമുണ്ട്, പോസിറ്റീവ് വശങ്ങൾ ഒരുപാടുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ മെന്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള കിഡ്സിന് ഇതുകള് എന്താ പറയാ, നമുക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റുക, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുക, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ AI വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പല പല കാര്യങ്ങൾ ഇപ്പൊ നടക്കാൻ പറ്റാത്ത ആൾക്കാരെ എന്താ പറയാ റോബോട്ടിക് വെച്ചിട്ട് നടത്താൻ, അങ്ങനെ ഒരു വീഡിയോ ഇപ്പൊ ഞാൻ കണ്ടു. ഒരുപാട് കാര്യങ്ങളിൽ AI നല്ല നല്ല കാര്യങ്ങളുണ്ട്. അതിലും പറയണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 60% നല്ല കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ആ നല്ല കാര്യങ്ങൾ എടുത്തിട്ട് ബാക്കി ഇപ്പൊ നേരത്തെ കമന്റിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ നല്ലതും ചീത്തയുണ്ട്, നമ്മൾ ആ ഒരു വഴി തിരഞ്ഞെടുക്കുക നമ്മളുടെ ഇഷ്ടമാണ് ശരിക്കും പറയുകയാണെങ്കിൽ. ഇനി ഒരു AIയുടെ ഒരു നെക്സ്റ്റ് ഫ്യൂച്ചർ ആയിട്ട് കാണുന്നത് എന്താണ്? ഇനി ഫ്യൂച്ചറായിട്ട് കാണുന്നത് എന്തായാലും ഇപ്പൊ ഞാൻ പേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. നമ്മൾ എന്താ പറയുക, യന്ത്രൻ മൂവി കണ്ട പോലെ റോബോട്ടും AIയും കൂടെ മിക്സായ ഒരു വേർഷൻ വരുമ്പോൾ അതെന്താണെന്നുള്ളത് അറിയില്ല. ഒരു എന്താ പറയുക, ഒരു ഇമോഷനൊക്കെ വന്നാൽ അറിയില്ല എന്താണെന്നുള്ളത്. പക്ഷെ അങ്ങനെ വരാതിരിക്കട്ടെ. വന്നിട്ടുണ്ടെങ്കിൽ ഒരു ചിലപ്പോൾ നല്ലൊരു ഡേഞ്ചറസ് പാർട്ടായിരിക്കും വേൾഡിൽ വരുന്നത്. പക്ഷെ അതൊന്നും വരാതിരിക്കട്ടെ. മനുഷ്യൻ ഹ്യൂമാനിറ്റി മുൻനിർത്തി കണ്ട് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പോട്ടെ എന്ന് തന്നെ വിശ്വസിക്കണം. അപ്പോൾ ഇനി വരാനുള്ളത് ഇത്രയും വന്നു, ഇനി വരാനുള്ള കാര്യങ്ങളെല്ലാം മോശമായ കാര്യങ്ങളായിരിക്കും. അപ്പൊ അതുകൊണ്ട് കൂടുതൽ അതിനെക്കുറിച്ച് ഞാൻ പറയണില്ല. എന്നാലും ഞാൻ പറയണ അതൊരു പേടി മാത്രമേ മനസ്സിലുള്ളൂ ഇത് കാണുമ്പോൾ. ഇമോഷണൽ ആയിട്ടുള്ള ഒരു AI വളരെ സൂക്ഷിക്കേണ്ടതുണ്ടെന്ന് തന്നെ. സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ അറിയാം, എലോൺ മസ്ക് ന്യൂറാലിങ്ക് ഇംപ്ലാന്റ് ചെയ്യണത് മനുഷ്യന്റെ ബ്രെയിനിൽ. അത് എന്താ പറയാ, ഈ AIക്കെതിരെ നമ്മുടെ ഹ്യൂമന് എങ്ങനെ ഒരു സൂപ്പർ പവർ കൊടുക്കാം എന്നുള്ളൊരു രീതിയിലാണ് ആള് അങ്ങനെ ചെയ്യണം. അപ്പോൾ എത്രത്തോളം ഇപ്പോൾ ആളങ്ങനെ ഒരു കാര്യം മുന്നിൽ കണ്ടിട്ടാണ് അങ്ങനെ ചെയ്യണതെന്ന് നമ്മളൊന്ന് ആലോചിക്കുക. അപ്പോൾ അതെന്തായിരിക്കും വരാൻ പോണെന്ന് അവരെ പോലുള്ള ആളുകൾ ഓൾറെഡി ആ ഒരു ദീർഘവീക്ഷണത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു നീക്കം തന്നെ. അപ്പൊ നമ്മളും അതിനോടനുസരിച്ച് തന്നെ മാറണം, എന്താണ് വരാൻ പോണെന്നുള്ളത്. അതിന് ഉദ്ദേശിച്ചിട്ട് ഇപ്പൊ ന്യൂറാലിങ്ക് എടുത്ത് തലയിൽ വെക്കണം എന്നല്ല, എന്നാലും ഞാൻ പറയണത് നമ്മൾ ഒന്ന് ഒരുങ്ങിയിരിക്കുക എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും ഹ്യൂമാനിറ്റിയിൽ നിൽക്കുക, അതാണ് ഏറ്റവും വലിയ കാര്യം. മനുഷ്യൻ കഴിഞ്ഞിട്ടുള്ളൂ ഇത് യന്ത്രങ്ങളായാലും എന്താണെങ്കിലും. ഈ ഡിജിറ്റൽ ആയിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴെങ്കിലും ഒരു ക്രിയേറ്റീവ് ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ടോ? ക്രിയേറ്റീവ് ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു ഒരു ഒരു 10 ദിവസം ഒരു 15 ദിവസം സൈലന്റ് ആയിരിക്കും, അനങ്ങില്ല, ആരോടും അങ്ങനെ കൂടുതൽ സംസാരം കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ചിലപ്പോൾ ഞാൻ ഒന്ന് ട്രാവൽ ചെയ്യും, ഒന്ന് എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് വരും. ക്രിയേറ്റീവ് ബ്ലോക്ക് മനുഷ്യന് എല്ലായ്പ്പോഴും ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. അത് അങ്ങനെ വന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ ഒരു ബ്രേക്കാണ് അവിടെ വേണ്ടത്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും പോയി നിൽക്കും, ഒരു 1 വീക്ക് ഏതെങ്കിലും ഒരു രാജ്യം അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി നിന്ന് തിരിച്ചു വരും.
അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നിൽക്കും, വേറൊരു പരിപാടി ഉണ്ടാവില്ല. എനിക്കറിയാം എനിക്കൊരു ക്രിയേറ്റീവ് ബ്ലോക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, അതൊരു അസുഖം വന്ന പോലെ തന്നെയാണ് ശരിക്കും. യാത്രകളിൽ കൂടെയാണല്ലേ ഹീൽ ചെയ്യുന്നത്? യാത്രയും പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ചൊന്ന് സൈലന്റ് ആയിരിക്കുക, കൂടുതൽ കാര്യങ്ങൾ റിയാക്ട് ചെയ്യാണ്ട് സൈലന്റ് ആയി, എന്താ പറയാ, കൂടുതൽ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, അതൊക്കെ ഞാൻ ചെയ്യാറുള്ളത്. ഒരു ആർട്ടിസ്റ്റ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം, പ്രത്യേകിച്ചും ഒരു AI അല്ലെങ്കിൽ ഡിജിറ്റൽ മേഖലയിൽ നിൽക്കുമ്പോൾ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ സെക്കൻഡ്സും പുതിയ പുതിയ കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു സെൽഫ് അപ്ഡേഷൻസ് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്? ഒരു ഡിസൈനർ എപ്പോഴും ട്രെൻഡിനനുസരിച്ച് പോയിരിക്കണം, അല്ലെങ്കിൽ അവൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകും കുറേ കാര്യങ്ങളിൽ. നമ്മൾ പുതിയ ട്രെൻഡിനനുസരിച്ചിട്ട് നീങ്ങില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവനൊരു മാർക്കറ്റിൽ തന്നെ ഡൗൺ ആയി പോവുള്ളൂ. അങ്ങനെ ചെയ്യരുത്. നമ്മുടെ ഒരു കംഫർട്ട് സോൺ വിട്ടിട്ട് നമ്മളെപ്പോഴും എന്താണ് മുകളിലേക്കുള്ളത് അതിനനുസരിച്ചിട്ട് ചിന്തിച്ച് പോവുക, പുതിയ പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. അതിനൊരു ഈഗോന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ എന്ത് കിട്ടിയാലും ചെറിയവനിൽ നിന്നാണെങ്കിലും ആ കാര്യങ്ങൾ പഠിക്കുക. ജോണിന്റെ വർക്കിനെ ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ആരാധകരുണ്ടാവും. ജോണിനെ ഈ ഒരു മേഖലയിൽ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത വ്യക്തി ആരാണ്? ഒരു വിഷ്വലൈസർ ഉണ്ടായിരുന്നു, ഒരു പീറ്റർ ജവറോസ്കി എന്ന് പറഞ്ഞ ആള് ഇതുപോലെ തന്നെ ഒരു പോളിഷ് ആളാണ്. പുള്ളിക്കാരന്റെ വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് കണ്ടിട്ടാണ് ഞാൻ ആ ഒരു വിഷ്വലൈസേഷനിലേക്കുള്ള ഒരു ഇഷ്ടം വന്നത്. അല്ലാതെ ഇപ്പൊ ഈ അടുത്ത് AI ഒന്നും കണ്ടിട്ട് എനിക്ക് അങ്ങനെ ഇതുപോലെ ചെയ്യണം അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴും ഇത് ചെയ്യുമ്പോഴും നമ്മുടെ തോട്ട് എന്താണോ അത് പുറത്തു വിടാനായിട്ട് നോക്കണമെന്ന് മാത്രമല്ല, അതെ അങ്ങനെ ആരെങ്കിലും ഇൻസ്പയർ ആയിട്ട് അങ്ങനെ ആരും ഉണ്ടായിട്ടില്ലെന്ന് തന്നെ പറയാം സത്യമായിട്ട്. നമ്മളിപ്പോഴാണ് ഇതിനെ കുറിച്ച് അറിഞ്ഞു തന്നെ വരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല, അഡ്വാൻസ്ഡ് ആണ് ടെക്നോളജിയിൽ. മകൾ എങ്ങനെയാണ്? അച്ഛന്റെ പാത തന്നെയാണോ? ആളൊരു ആർട്ടിസ്റ്റ് ആണ്, പക്ഷെ ആള് ഹോം സ്കൂളറാണ്. ഞാൻ വീട്ടിലാണ് പഠിക്കുന്നത്. ഞാൻ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിലാണ് മോളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അവളെ കുറെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തേക്കാണ് കുറെ കാര്യങ്ങൾ. ഞാൻ ഹിസ്റ്ററി പഠിപ്പിക്കുന്നതിന് അവളെ ഫ്യൂച്ചറാണ് പഠിപ്പിക്കുന്നത് കുറെ കാര്യങ്ങൾ. ഇപ്പൊ അതുപോലെ തന്നെ കോഡിങ്ങും അങ്ങനെ റോബോട്ടിക് സ്റ്റൈലിലുള്ള കുറച്ച് കാര്യങ്ങൾ, 2 ലാംഗ്വേജ്. പിന്നെ ആള് ജിംനാസ്റ്റിക്സ് ഇൻട്രസ്റ്റഡ് ആണ്, പിന്നെ മ്യൂസിക്. അപ്പൊ ആളുടെ ഇഷ്ടങ്ങൾ എന്താണോ അതിനനുസരിച്ചിട്ടാണ് ഞാൻ കൊണ്ടുപോകണം. അവൾക്ക് വേണ്ടി അവളെ വിട്ടുകൊടുത്തേക്കാണ് കുറെ കാര്യങ്ങള്. കാരണം നമുക്ക് കിട്ടാത്ത കുറെ കാര്യങ്ങളുണ്ട് ബാല്യത്തില്, അപ്പൊ കുറെ കാര്യങ്ങള്. അപ്പൊ അവളുടെ ഇഷ്ടം അതിനൊന്നും ഒരിക്കലും ഒന്നിനെതിരായിരിക്കരുത് എന്നുള്ളൊരു മനസ്ഥിതി ഉണ്ട്. അപ്പൊ അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് എന്തായാലും. ഹോം സ്കൂൾ എന്ന് പറയുമ്പോൾ ശരിക്കും ഇപ്പം അത് കുറെ ആൾക്കാർ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാധനമാണ് ഹോം സ്കൂൾ. ഇവിടെ KHD അപ്രൂവ്ഡ് ഹോം സ്കൂളിംഗ് ഗ്രൂപ്പുകളുണ്ട്. നമുക്ക് അതിന്റെ സിലബസ് സെലക്ട് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് മൂവ് ചെയ്യാം. അങ്ങനെ ജോൺ ഇത്രയും ഈ ഒരു AI ഇത്രയും സജീവമായിട്ട് നിൽക്കുന്ന ഡിജിറ്റൽ ആർട്ടിസ്റ്റ് ആണ്. പക്ഷെ എനിക്ക് കൃത്യമായിട്ടൊരു ബോധമുണ്ട് നമ്മൾ AI എവിടെ നിർത്തണം, അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ അതിനൊരു അതിർവരമ്പ് നിശ്ചയിക്കേണ്ടത്. ഞാൻ ഒരിക്കലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല ശരിക്കും പറഞ്ഞാൽ. ഞാൻ ഇതിനെ വെച്ചിട്ട് പണി എടുപ്പിക്കുന്ന ആളാണ്. ഞാൻ അങ്ങനെ എല്ലാവരോടും പറയുള്ളൂ. ഞാൻ ഇപ്പോഴും പണ്ട് തൊട്ട് 2 കൊല്ലം മുൻപേ ഞാൻ സംസാരിക്കാൻ പോകുമ്പോഴും വേദികളിൽ സംസാരിക്കാൻ പോകുമ്പോഴും ഞാൻ എപ്പോഴും എടുത്ത് പറയും, ഇങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട്, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ തലയിൽ കയറി നിൽക്കണം, അല്ലെങ്കിൽ നിൽക്കിട്ട് തിരിച്ച് പണിയും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഇതിനെ ഒരു സെർവന്റ് ആക്കി നിർത്തുക, നിങ്ങൾ ജോലി ഇടിപ്പിക്കുന്ന ഒരാളാക്കി നിർത്തുക, അല്ലാതെ ഇതിന്റെ തോളത്ത് കൈയിടരുത്. അത് റോബോട്ടിനെ ഒരിക്കലും മനുഷ്യനെ ഇനി ചെയ്യാൻ പോണ, ഇപ്പൊ പറഞ്ഞല്ലോ ഇപ്പൊ ഇമോഷൻസ് വരുത്താൻ നോക്കുന്നുണ്ട്. എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമില്ല ശരിക്കും. പക്ഷെ അതിന് കുറച്ച് നല്ല കാര്യങ്ങൾ ഓർത്തിട്ടാണ് ചെയ്യണം. പക്ഷെ അത് ചീത്ത കാര്യങ്ങളിലേക്ക് പോവാതിരിക്കട്ടെ. പക്ഷെ എപ്പോഴും നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കേണ്ടത് ഹ്യൂമാനിറ്റി എപ്പോഴും മുന്നിൽ നിൽക്കണം, എന്നിട്ടുള്ളൂ ബാക്കി റോബോട്ട്സും കാര്യങ്ങളും. ഇതെല്ലാം മനുഷ്യനുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മനുഷ്യനെ വിട്ടു പോരുത്, മനുഷ്യനിൽ തന്നെ നിൽക്കണം, അതെപ്പോഴും നിർത്തണം.